കുടുംബ ബന്ധങ്ങൾ ശിഥിലമാക്കപ്പെടുന്നത് വർദ്ധിക്കുന്നുവെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി എറണാകുളം ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ രണ്ടാം ദിന കമ്മീഷൻ അദാലത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അധ്യക്ഷ. എറണാകുളം ജില്ലയിൽ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാക്കപ്പെടുന്നതും ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും യുവതികൾക്കെതിരെയുള്ള അതിക്രമങ്ങളും വർദ്ധിച്ചു വരുന്നതായി വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറഞ്ഞു. എറണാകുളം ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ രണ്ടാം ദിനത്തിലെ കമ്മീഷൻ അദാലത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അധ്യക്ഷ. വിവാഹ സമയത്ത് എന്താണോ പെൺകുട്ടിക്ക് ഭർത്താവോ മാതാപിതാക്കളോ ബന്ധുക്കളോ നൽകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കാനും ഇത് പെൺകുട്ടിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്നും അവളുടെ സമ്മതത്തോടുകൂടി മാത്രമേ അത് ക്രയവിക്രയങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ധാരണ കൃത്യമായിട്ട് ഈ പൊതുസമൂഹത്തിന് ഉണ്ടാവേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു അഭിപ്രായം എന്നുള്ള നിലയിൽ പറയാനുള്ളത്. ഓഗസ്റ്റ് മാസം മുതൽ കമ്മീഷൻ വിവിധ ക്യാമ്പയിനുകൾ ആരംഭിക്കുമെന്നും വിവാഹപൂർവ്വ കൗൺസിലിംഗ് നൽകുമെന്നും കോളേജുകളിൽ കലാലയ ജ്യോതി സംഘടിപ്പിക്കുമെന്നും അധ്യക്ഷ പറഞ്ഞു. എല്ലാ ജില്ലയിലും ഞങ്ങൾ ഈ പോഷ് ആക്ട് നടപ്പിൽ വരുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിപുലമായിട്ടുള്ള സെമിനാറുകൾ സംഘടിപ്പിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. സെമിനാറുകൾ കൂടാതെ ഈ ജാഗ്രതാ സമിതികളുടെ പരിശീലനം നടത്തുന്നുണ്ട്. അതോടൊപ്പം കമ്മീഷന്റെ നേതൃത്വത്തിൽ പ്രീ ആൻഡ് പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗ് നൽകുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ജില്ലയിലും ഞങ്ങൾ പ്രോഗ്രാം വെക്കുന്നുണ്ട്. അതുകൂടാതെ സ്കൂളുകളിലും അതുപോലെ കോളേജുകളിലുമുള്ള വിദ്യാർത്ഥിനികൾക്കായിട്ട് പ്രത്യേക രീതിയിലുള്ള കലാലയ ജ്യോതി എന്ന രൂപത്തിലുള്ള ഒരു ക്യാമ്പയിൻ പരിപാടിയും വനിതാ കമ്മീഷൻ സംഘടിപ്പിക്കുന്നുണ്ട്. വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി, വനിതാ കമ്മീഷൻ മെമ്പർമാരായ അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി, അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ എന്നിവർ പരാതികൾ തീർപ്പാക്കി. ഡയറക്ടർ ഷാജി സുഗുണൻ, അഭിഭാഷകരായ സ്മിത ഗോപി, യമുന അമ്പിളി, കൗൺസിലേഴ്സായ അഞ്ജലി, പ്രമോദ് എന്നിവർ അദാലത്തിന് നേതൃത്വം നൽകി. ജില്ലാതല അദാലത്തിന്റെ രണ്ടാം ദിവസം 38 പരാതികളാണ് തീർപ്പാക്കിയത്. 4 പരാതികൾ DLSAയ്ക്കും 2 പരാതികൾ റിപ്പോർട്ടിനായും മറ്റു 2 പരാതികൾ കൗൺസിലിംഗിനായും അയച്ചു. ആകെ 101 പരാതികളാണ് ജില്ലാതല അദാലത്തിന്റെ രണ്ടാം ദിവസം പരിഗണിച്ചത്. ന്യൂസ് ബ്യൂറോ, എറണാകുളം. രുചിയിൽ വ്യത്യസ്തത തേടി പോകുന്ന മലയാളികൾക്കൊപ്പമാണ് എന്നും നമ്മുടെ സോൾട്ട് റെസ്റ്റോറന്റ്. ഇനി മുതൽ പുതിയ രുചികളുടെ മേളമൊരുക്കി സോൾട്ട് കാക്കനാട് വരുന്നു. ഈ വരുന്ന ജൂലൈ 11 മുതൽ കാക്കനാട് ഇൻഫോ പാർക്കിന് മുന്നിലുള്ള ഗ്രാൻഡ് സെന്ററിൽ നമ്മുടെ സോൾട്ടിന്റെ പുതിയൊരു ഔട്ട്ലെറ്റ് വരാൻ പോവാണ്. അപ്പൊ ഡേറ്റ് മറക്കണ്ട, ജൂലൈ 11 നമുക്ക് കാക്കനാട് സോൾട്ടിൽ വെച്ച് കാണാം.